ഇന്നത്തെ അറിയിപ്പുകൾ. ആദിവാസിയൂരുകളുടെ പേര് ഉന്നതി എന്നാക്കിയത് മാറ്റുന്നു. മൂപ്പന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് പഴയ പേര് തന്നെ നിലനിർത്താൻ തീരുമാനിച്ചെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ എ തുളസി അറിയിച്ചു. പിണറായി സർക്കാരാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളുടെ പേര് ഉന്നതി എന്നാക്കിയത്. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബ്രാൻഡിംഗിന്റെ ഭാഗമാണ് പേരുമാറ്റം. ഈ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാരും ആദിവാസി സംഘടനകളും സർക്കാരിന് പരാതി നൽകിയിരുന്നു. തങ്ങളുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് ഊര് എന്ന് മൂപ്പന്മാർ സർക്കാരിനെ അറിയിച്ചു. പേരുമാറ്റം ആദിവാസി സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിനും സ്വത്വത്തിനും കോട്ടം തട്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദം പരിഗണിച്ചാണ് സർക്കാർ പഴയ പേര് തിരികെ നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. ആദിവാസി സമൂഹങ്ങളുടെ ആത്മാഭിമാനവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. വികസനം എന്നത് പേരുമാറ്റുന്നത് മാത്രമല്ല, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയായിരിക്കെയാണ് പട്ടികജാതിക്കാർ കൂടുതലായി കഴിയുന്ന സ്ഥലങ്ങളുടെ പേരിനൊപ്പം കോളനി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നഗർ എന്നാക്കിയത്. ഇതിനൊപ്പം പട്ടികവർഗക്കാരുടെ വാസസ്ഥാനങ്ങളുടെ ഊര് എന്ന പേര് ഉന്നതി എന്നുമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. +1 രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് നടത്തിയ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ഫലം ഓഗസ്റ്റ് 10 പ്രസിദ്ധീകരിക്കും. രാവിലെ 11 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പ്രവേശനം നേടാം. +1 രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴിവുകളിലേക്കാണ് ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചത്. ആകെ 20,199 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ കൺഫർമേഷൻ പൂർത്തിയാക്കിയ 19,896 അപേക്ഷകൾ പരിഗണിച്ചാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുന്നത്. ഓഗസ്റ്റ് 10 രാവിലെ 11 മണി മുതൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. സ്കൂൾ പ്രിൻസിപ്പൽമാർ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പ്രിന്റൌട്ട് നൽകുകയും വേണം. അതേ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചാലും പുതിയ അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം പ്രവേശനം പുതുക്കി നൽകണം. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവയുടെ അസലുകളുമായി ഓഗസ്റ്റ് 10 രാവിലെ 11 മണി മുതൽ ഓഗസ്റ്റ് 11 വൈകിട്ട് 4 മണിക്കുള്ളിൽ പ്രവേശനം നേടണം. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശങ്ങൾ ഓഗസ്റ്റ് 13 പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി 14.40 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്നേഹസ്വാതന്ത്ര്യം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായാണ് തുക അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പാക്കി വരുന്ന സമഗ്ര പാക്കേജാണ് സ്നേഹസാന്ത്വനം. പദ്ധതി നടത്തിപ്പിനായി 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് 14.4 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. തുകയിൽ പ്രധാന പങ്കും ദുരിതബാധിതർക്കുള്ള നേരിട്ടുള്ള സാമ്പത്തിക ആശ്വാസത്തിനായാണ് വിനിയോഗിക്കുകയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നിലവിൽ ധനസഹായം ലഭിക്കുന്ന 5,208 പേർക്ക് 2026 ഏപ്രിൽ മുതൽ 2027 മാർച്ച് വരെയുള്ള മാസാന്ത്യ ആശ്വാസ ധനസഹായത്തിനായി 9,84,31,200 രൂപയും പുതുതായി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായി പ്രതീക്ഷിക്കുന്ന 1000 പേർക്ക് 2,64,00,000 രൂപയും മാറ്റിവച്ചിട്ടുണ്ട്. ദുരിതബാധിതരെ പരിചരിക്കുന്ന 771 കെയർ ഗിവേഴ്സിന് നൽകുന്ന മാസാന്ത്യ ധനസഹായമായ ആശ്വാസകിരണം പദ്ധതിക്കായി 64,76,400 രൂപ വകയിരുത്തി. ദുരിതബാധിത കുടുംബങ്ങളിലെ 400 കുട്ടികളുടെ 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായി 10,05,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. പ്രദേശത്തെ 10 മാതൃകാ ചൈൽഡ് പുനരധിവാസ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും സേവനങ്ങളും നവീകരിച്ച് മെച്ചപ്പെടുത്തുന്നതിനായി 1,16,87,400 രൂപയും വിനിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 12 വരെ മഴ മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു.
തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഓഗസ്റ്റ് 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നും പ്രവചനം. ഞായറാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. അതേസമയം നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. സെക്കൻഡിൽ 350 ഘനയടി വെള്ളമാണ് ടണൽ മാർഗം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ മൺസൂണിന്റെ തുടക്കത്തിൽ ജൂൺ 1 തീയതിയോടെ തന്നെ കാർഷിക ആവശ്യത്തിന് വെള്ളമെടുക്കാൻ ഷട്ടർ തുറക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മൺസൂൺ ദുർബലമായതിനാൽ ഷട്ടർ തുറക്കുന്നത് നീളുകയായിരുന്നു. തേനി, കമ്പം താഴ്വരയിലെ 14,707 ഏക്കർ ഭൂമിയിലെ 1ാം ഘട്ട നെൽകൃഷിക്കായാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.